ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ പൊട്ടി ഇപ്പം OTT റിലീസ് ചെയ്ത, അതായത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും ജിയോ സിനിമാസിലും OTT റിലീസ് ചെയ്ത സിനിമ മൂൺ വാക്കിൻ്റെ റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ മൂൺ വാക്ക് എല്ലാവർക്കും അറിയാം. ആരെയായിരിക്കും ഓർമ്മ വരുന്നത്? മൈക്കിൾ ജാക്സൺ ആണ് ഓർമ്മ വരുന്നത്. ഞാൻ സാധാരണ മൂൺ വാക്ക് ചെയ്യുന്ന ഒരാളാണ്. വൈകിട്ട് 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക്. അത് ഇന്നലെ ഞാൻ ചെയ്തില്ല. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ചെയ്തില്ല. സാധാരണ വൈകിട്ടാണ് ഞാൻ ചെയ്യുന്നത് മൂൺ വാക്ക്. ഡയറക്ടർ വിനോദ് AK. റൈറ്റർ എന്ന് പറഞ്ഞാൽ 3 പേര് ചേർന്നാണ് എഴുതിയേക്കുന്നത്. ഒന്ന് വിനോദ് AK, മാത്യു വർഗീസ്, സുനിൽ ഗോപാലകൃഷ്ണൻ. എന്നിട്ട് ഈ സിനിമ ചിലയിടത്ത് പാടിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. ടോട്ടലി ഈ പടം എനിക്ക് എങ്ങനെ എടുത്തെന്ന് വെച്ചാൽ അത്യാവശ്യം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് മൂൺ വാക്ക്. ഞാൻ തുടക്കത്തിൽ ഈ നെഗറ്റീവൊക്കെ കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്ര പോരായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനകത്ത് ട്രാക്കിലാവാൻ കുറച്ച് സമയമെടുത്തു. അതായത് ഈ ഒരു പടത്തിൻ്റെ തുടക്കം ഒരു LJP എൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സ്റ്റീഫനും ലിജോ ജോസ് പെല്ലിശ്ശേരിയും കൂടെ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. തുടക്കം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒക്കെ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നത് നല്ലതായിട്ടുണ്ട്. പിന്നെ ഒരു 92 ഒരു ഇൻ്റർവ്യൂ വെച്ചാണ് തുടങ്ങുന്നത്. കുറച്ച് പിള്ളേർ അവർ ഡാൻസേഴ്സ് ആവാൻ നടക്കുന്നു. എന്നിട്ട് ഡാൻസേഴ്സ് ആയി കഴിഞ്ഞിട്ട് 92 അതിൻ്റെ ബാക്കിലോട്ടാണ്, ഫ്ലാഷ് ബാക്കിലോട്ട് പോയാണ് പടം തുടങ്ങുന്നത്. ഒരു 87 വെച്ച് തുടങ്ങുന്ന പടമായിട്ടെന്ന് തോന്നി. അവിടെ വെച്ച് തുടങ്ങി പടം ഒന്ന് ട്രാക്കിലാവാൻ കുറച്ച് സമയമെടുത്ത്. അതായത് ഒരു സ്റ്റേജ് പരിപാടിക്കകത്ത് ഡിസ്കോ ഡാൻസ് കാണുന്നുണ്ടായിരുന്നു. ആ ഡിസ്കോ ഡാൻസിൻ്റെ ഇത് വെച്ചാണ് പടം ട്രാക്കിലോട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവിടെ തൊട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആൻസർ സായാണ് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി. ആ ഒരു കാലഘട്ടം, അതായത് 1987 ഒരു കുറച്ച് ഇത് കാണിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഔട്ട്ഡോറിലൊക്കെ പോകുമ്പോൾ അതിനകത്തുള്ള വയലുകളും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു ബുക്ക് സ്റ്റോളിലൊക്കെ ചെല്ലുവാണെങ്കിൽ അതിനകത്തെ പേനിൻ്റെ കാര്യം, ആ സമയത്ത് ഉള്ള പേന എന്ന് വെച്ചാൽ റൈനോൺസിൻ്റെ ഒത്തിരി മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. പഴയ മോഡൽ ഉണ്ടല്ലോ, ഒരു നീല ക്യാപ്പുള്ള, അത് ഞാൻ 3ാം ക്ലാസ്സിലാണ് ആ പേന ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ആ പേന കാണാനില്ലായിരുന്നു. പിന്നെ അടുത്ത സമയത്ത് അങ്ങോട്ട് ഞാൻ ക്ലാസ്സിന് പോയ സമയത്ത് കൊട്ടാരക്കരയിൽ ഈ ഒരു പേന കിടക്കുന്നുണ്ട്. എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഇതായിട്ട് പോയി. പിന്നെ ഒരു നെക്കടി പേന ഉണ്ട്, 2 രൂപയുടെ പേന. ആ പേനയും ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ 1ാം ക്ലാസ്സിൽ ആ പഠിക്കുന്ന സമയങ്ങളിലൊന്നും പേന ഉപയോഗിക്കത്തില്ല. അന്നൊക്കെ പെൻസിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വീട്ടിൽ വഴക്കിട്ട് വരുമ്പോഴാണ് ഒരു 2 രൂപയുടെ പേന മേടിച്ചു തരുന്നത്. അത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആ നെക്കടി പേന. അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. അതൊക്കെ ഒരു നോസ്റ്റാൾജിയ തന്ന ആ ഒരു പേനയൊക്കെ. അത് നമ്മൾ നിങ്ങൾക്ക് എത്ര പേര് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഈ ഒരു പേനയാണെങ്കിൽ റീഫില്ല് തിരിച്ചിട്ടിട്ട് ആ നെക്കടി പേന അടപ്പ് അടിച്ചു കഴിഞ്ഞാൽ, അതായത് നെക്കടിക്കുന്ന അടപ്പ് അടച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞെക്കി വിടാൻ പറ്റും. അതിൻ്റെ മണ്ടഭാഗം ഞെക്കി വിടാൻ പറ്റും. അതേപോലെ ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുമ്പോൾ, എത്ര പേർക്ക് അതൊക്കെ മറന്നു കാണും, കള്ളനും പോലീസും കളിക്കുമ്പോൾ തോക്കായിട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം പണ്ട് ഉള്ളവർക്ക് ഇപ്പോൾ ഉള്ളവർക്ക് അത് മനസ്സിലാവത്തില്ലായിരിക്കും. ആ പണ്ടൊക്കെ എനിക്ക് ഈ പേന കണ്ടപ്പോൾ ഒരു നോസ്റ്റാൾജിയ അത് തോന്നിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല VCP കാണിക്കുന്നുണ്ട്. VCP ഉണ്ട്, VCR ഉണ്ട്. ഞങ്ങൾ VCRനകത്ത് റെക്കോർഡിങ് ചെയ്യാം, VCPക്കകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഡയലോഗ് ആ സമയത്തുള്ള സിനിമയുടെയൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. പടയോട്ടത്തിൻ്റെ ഡയലോഗ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പടയോട്ടത്തിൻ്റെ ആയിരിക്കും എന്നുള്ള ഇത് കാണിച്ചു. അടുത്ത സീനിൽ അത് കാണിക്കുന്നുണ്ട്. പിന്നെ എൻഗേജ്ഡ് ആയിട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ. ആ പിള്ളേർ നല്ല സൂപ്പർ നാച്ചുറൽ ആക്ടിങ് ആയിട്ടുള്ള കുറച്ച് പിള്ളേർ, കുറേ പേരുണ്ട്. എനിക്ക് ആരുടെയും അങ്ങനെ പേരറിയത്തില്ല. ഇതിനകത്ത് ആകെ എനിക്ക് 2 പേരുടെ, പിന്നെ 3 പേരുടെ, ഒരു ലേഡിയുടെ ഉപയോഗിച്ച് 3 പേരെ ഞാൻ വേറെ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പുതുമുഖം ആക്ടർമാരാണ്. എല്ലാവരും കിടിലിനായിട്ട്, എന്ന് വെച്ചാൽ നാച്ചുറൽ ആക്ടിങ്. ഇപ്പം നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കണം, ഈ നെപ്പോട്ടിസം വെച്ച് വരുന്ന കുറേ ആക്ടർമാരുണ്ട്. അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മാധവ് സുരേഷ്, അതായത് സുരേഷ് ഗോപിയുടെ മോനായിട്ട് വരുന്നത് നെപ്പോട്ടിസം. ഒരു കാശിനും എന്ന് വെച്ചാൽ ഞാൻ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞൊരു പടത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. ആ ഒരു സിനിമയ്ക്കകത്ത് ഇതേപോലെയൊക്കെയുള്ള പിള്ളേർ, അതായത് എത്ര കഴിവുള്ള പിള്ളേരുണ്ട്, അവരെയൊക്കെ കാസ്റ്റ് ചെയ്തെങ്കിൽ ആ പടം കുറച്ചെങ്കിലും ഒന്ന് നല്ലതായി പോകണം. ആക്ടിങ് ആണ് വേണ്ടത്. അല്ലാതെ എന്തിനടക്കുന്നിട്ട് നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല, എന്തിനടക്കുന്നിട്ട് നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആക്ടിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മാധവ് സുരേഷിൻ്റെ കാര്യം പറയാം. അച്ഛനാണെങ്കിൽ ആനപ്പുറത്തിരുന്ന തഴമ്പ് ചന്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ടുകൊണ്ട് വരണ്ട. ആക്ടിങ് ഉണ്ടെങ്കിലേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പിള്ളേർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാരണായിരത്തിനകത്ത് സൂര്യ ഉണ്ടല്ലോ, അത് വാരണായിരം പഴയ കാലഘട്ടം കാണിക്കുന്ന സൂര്യ ഉണ്ടല്ലോ, ആ ഒരു സൂര്യയുടെ ലുക്കുള്ള ഒരു പയ്യൻ ഇതിനകത്തുണ്ട്. എനിക്ക് ആ പുള്ളിക്കാരനെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ സൂര്യയുടെ അതേപോലെ തന്നെ ആ വാരണായിരത്തിനകത്ത് സൂര്യയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ആ ഒരു കട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ പിന്നെ അവസാനം ക്ലൈമാക്സിൻ്റെ പിന്നെ പറയാം. ഇൻ്റർവെൽ എടുക്കുമ്പം ഒരു ലവ് ട്രാക്ക് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു നേഴ്സുമാരുമായിട്ട്. അത് ഈ സിനിമയ്ക്കകത്ത് എന്തിനാണെന്ന് ആലോചിച്ചില്ല. എന്തിനാണെന്ന് ഞാൻ പിന്നെ ആലോചിച്ചു. എന്നിട്ട് ഒരു കംപ്ലീറ്റ് ഇല്ലാത്ത ഒരു ലവ് ട്രാക്ക്. കാരണം ഇപ്പം ഈ നേഴ്സുമാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ വീഴത്തില്ല. ഈ സിനിമയ്ക്കകത്തൊക്കെ നേഴ്സുമാർ നോക്കുമ്പോഴേ വീഴുമായിരിക്കും.
എന്നുവെച്ചാൽ ഈ കരിങ്കല്ല് ഇതേപോലെ കരിങ്കല്ലായിട്ട് നടക്കുന്ന കുറച്ച് നേഴ്സുമാരുണ്ട്. നേഴ്സുമാവുന്നതിന് മുമ്പ് എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വർഷം കൊണ്ട് നോക്കിയിട്ടും വീഴത്തേ ഇല്ല. ഇവരുടെയൊക്കെ മനസ്സ് എന്തുകൊണ്ടായിരിക്കുന്നത്? ഇന്ന് എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ കീറി മുറിച്ച് കണ്ട് കരിങ്കല്ലായി പോയോണ്ടായിരിക്കാം. മനസ്സലിവേ ഇല്ലാത്ത ഒരു ഇതാണ് നേഴ്സുമാരെന്ന് പറഞ്ഞാൽ. ഈ സിനിമയ്ക്കകത്ത് നടക്കും ഒറ്റ നോട്ടത്തില് വീഴാനൊക്കെ. ഇത് ജീവിതത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എന്നേ നടന്നു പോയേനെ. എനിക്ക് ആ ഒരു ലവ് ട്രാക്ക് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് കല്ലുകടിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഇന്റർവെൽ കഴിഞ്ഞിട്ട് കുറേ എഴുത്തൊക്കെ ചുമ്മാതെ വലിച്ച് നീട്ടുന്നതിൻ്റെ കൂട്ട് എനിക്ക് തോന്നി. എന്നും പറഞ്ഞ് ഇത് ഒരു മോശം സിനിമയായിട്ട് ഞാൻ കരുതുന്നില്ല. അത്യാവശ്യം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു സിനിമ. കാരണം ഒരു ചെറുപ്പക്കാരുടെ ഒരു +2 അന്നത്തെ പ്രീ ഡിഗ്രി ആ സമയത്ത് തുടങ്ങുന്ന ഒരു കഥയാണ്. നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയട്ടെ. അതിനകത്ത് ഒരു കെട്ട് മ്യൂസിക്കുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ മ്യൂസിക്കാണ്. പക്ഷേ അത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മ്യൂസിക് കല്ലുകടിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതായത് നമുക്ക് ചേരുന്ന രീതിയിൽ എന്ന് വെച്ചാൽ അതിനകത്ത് സ്കോറാണ് കൂടുതലും ഉപയോഗിച്ചേക്കുന്നത്. എൻ്റെ സ്കോർ ചെയ്തേക്കുന്നത് പ്രശാന്ത് പിള്ളை നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് അത് അടിയായിട്ടൊന്നും തോന്നിയില്ല. ചേരുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവസാനം ഒരു ഡാൻസിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അവസാനം കിടിലൻ ആ ഡാൻസൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കിരൺ ദാസ്. എഡിറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അവസാനം ഒരു സിബി കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. അത് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഒരു ഡാൻസ് കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ എനിക്ക് എഡിറ്റ് ചെയ്തതും എനിക്ക് പെർഫോമൻസും എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. അങ്ങനെ ടോട്ടലി നോക്കുവാണെങ്കിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു സിനിമ. ഇത് വലിയ സിനിമയൊന്നും അല്ല. പിന്നെ ഒരു വലിയ എഴുത്തൊന്നുമല്ല. എനിക്ക് അത്യാവശ്യം എനിക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് മൂൺ വാക്ക് തോന്നിയത്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.